ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഭിന്നശേഷി ക്ഷേമത്തിനുള്ള സംസ്ഥാന പദ്ധതികളാണ്. ഭിന്നശേഷി ക്ഷേമത്തിനുള്ള സംസ്ഥാന പദ്ധതികൾ ഒരുപാട് പ്രാവശ്യം PSC റിപ്പീറ്റഡായിട്ട് ഇതിൽ നിന്നും പദ്ധതികൾ ചോദിക്കാറുണ്ട്. കലാകായിക മേഖലകളിൽ മികവുള്ള ഭിന്നശേഷിക്കാരെ പിന്തുണയ്ക്കുന്നതിനുള്ള പദ്ധതി. കലാപരമായിട്ടും കായികപരമായിട്ടും മികവുള്ള ഭിന്നശേഷിക്കാരെ പിന്തുണയ്ക്കാനുള്ള പദ്ധതിയാണ് ശ്രേഷ്ഠം പദ്ധതി. ശ്രേഷ്ഠം എന്നത് എന്താണ്? കലാകായിക മേഖലകളിൽ മികവുള്ള ഭിന്നശേഷിക്കാരെ പിന്തുണയ്ക്കുന്നതിനുള്ള പദ്ധതിയാണ് ശ്രേഷ്ഠം. ഭിന്നശേഷിക്കാരായ സന്താനങ്ങളുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന അമ്മമാർക്ക് സൗജന്യമായി ഇലക്ട്രിക് ഓട്ടോ നൽകാനുള്ള പദ്ധതി സ്നേഹയാനമാണ്. സ്നേഹയാനം പദ്ധതി എന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കളുള്ള അമ്മമാർക്കുള്ള പദ്ധതിയാണ്. അമ്മമാർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കളുണ്ട് എങ്കിൽ അവർക്ക് ഇലക്ട്രിക് ഓട്ടോ നൽകുന്നതിനുള്ള പദ്ധതിയാണ് സ്നേഹയാനം പദ്ധതി. 1999 നാഷണൽ ട്രസ്റ്റ് ആക്ടിന് കീഴിലുള്ള ഭിന്നശേഷിക്കാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. 1999 നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വന്നതാണ്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയും അവർക്ക് തുല്യമായ അവസരങ്ങൾ നൽകുന്നതിന്, അവരുടെ അവസരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുമൊക്കെ വന്ന നിയമമാണ്. ഈ ആക്ടിന് കീഴിലുള്ള ഭിന്നശേഷിക്കാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. നിരാമയ എന്നത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് എന്ന് ഓർത്തിരിക്കുക. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഉള്ളതാണ്. ഭിന്നശേഷി വിഭാഗങ്ങളുടെ പുരോഗതി പുനരധിവാസം ലക്ഷ്യമിടുന്ന പദ്ധതി അതിജീവനമാണ്. അതിജീവനം എന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. ഭിന്നശേഷി വിഭാഗങ്ങളുടെ പുനരധിവാസം ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് അതിജീവനം. പുനരധിവാസം ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് അതിജീവനം. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ബുദ്ധിവൈകല്യമുള്ളവരെ പുനരധിവസിപ്പിക്കുന്നതിന് നിലവിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായിട്ട് 2 സ്ഥാപനങ്ങളാണുള്ളത്. പുരുഷന്മാർക്ക് മലപ്പുറത്താണുള്ളത് പ്രതീക്ഷാ ഭവൻ, സ്ത്രീകൾക്കാണെങ്കിൽ തൃശ്ശൂർ പ്രത്യാശാ ഭവനുമാണ് ഉള്ളത്. പുരുഷന്മാർക്ക് മലപ്പുറത്താണ് പ്രതീക്ഷാ ഭവൻ, സ്ത്രീകൾക്ക് തൃശ്ശൂരിൽ പ്രത്യാശാ ഭവനുമാണ് ഉള്ളത്. ബുദ്ധിവൈകല്യമുള്ളവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രതീക്ഷാ ഭവനും പ്രത്യാശാ ഭവനും. ഈ 2 സ്ഥാപനങ്ങളിലും നിലവിലുള്ള അനുവദനീയമായിട്ടുള്ള താമസക്കാരുടെ എണ്ണം 50 വീതം ആണ് എങ്കിലും ഇപ്പോൾ ഇവിടെ ഇരട്ടിയിലധികം പേര് താമസക്കാരായിട്ട് ഉണ്ട്. പുതിയ താമസക്കാരെ പ്രവേശിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന മുതിർന്നവരായിട്ടുള്ളവരെ പുനരധിവസിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതും പരിചയസമ്പന്നരുമായിട്ടുള്ള NGOകൾക്ക് ഗ്രാൻഡ് അനുവദിക്കുന്ന പദ്ധതിയാണ് പ്രതീക്ഷ. NGOകൾക്ക് ഗ്രാൻഡ് അനുവദിക്കുന്ന പദ്ധതിയാണ് പ്രതീക്ഷ. ആർക്കു വേണ്ടിയാണ്? മാനസിക വെല്ലുവിളി നേരിടുന്ന മുതിർന്നവരെ പുനരധിവസിപ്പിക്കാനും പരിപാലിക്കാനും വേണ്ടിയുള്ള പദ്ധതിയാണ് പ്രതീക്ഷ. അക്കാദമിക തലത്തിൽ മികച്ച വിജയം നേടുന്ന ഭിന്നശേഷി വിഭാഗക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതി വിജയമിത്രമാണ്. ഭിന്നശേഷി വിഭാഗക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അക്കാദമിക് തലത്തിൽ മികച്ച വിജയം നേടുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതി വിജയമിത്രമാണ്. വിജയമിത്രം ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയാണ്, ഓർത്തിരിക്കുക. അതെന്താണ്? ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്കുള്ള പദ്ധതിയാണ് വിജയമിത്രം. അടുത്ത പദ്ധതി, അതും സ്കൂളുകളിലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് വിവിധ സഹായങ്ങൾ പിന്തുണയൊക്കെ നൽകാൻ വേണ്ടി വിദ്യാലയങ്ങളിൽ NCC, NSS, SPC യൂണിറ്റുകൾ കാണുമല്ലോ. ആ യൂണിറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് സഹചാരി എന്നത് സ്കൂളുകളിലുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വിവിധ സഹായങ്ങൾ പിന്തുണയൊക്കെ നൽകാൻ വേണ്ടി വിദ്യാലയങ്ങളിലുള്ള NCC, NSS, SPC യൂണിറ്റുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതിയാണ് സഹചാരി. അപ്പോൾ സ്കൂളുകളിലെ 2 പദ്ധതികൾ പറഞ്ഞു.
അക്കാദമിക് തലത്തിൽ മികച്ച വിജയം നേടുന്ന ഭിന്നശേഷി വിഭാഗക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതി വിജയമിത്രവും സ്കൂളുകളിലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വിവിധ സഹായങ്ങൾ, പിന്തുണ ഒക്കെ നൽകാൻ വേണ്ടി വിദ്യാലയങ്ങളിലെ NCC, NSS, SPC യൂണിറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് സഹചാരി. അടുത്തത്, അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം ആവശ്യമായിട്ടുള്ള ഭിന്നശേഷിക്കാരെ പിന്തുണയ്ക്കാനുള്ള പദ്ധതിയാണ് പരിരക്ഷ. അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം ആവശ്യമുള്ള ഭിന്നശേഷിക്കാരെ പിന്തുണയ്ക്കുന്നതിനുള്ള പദ്ധതിയാണ് പരിരക്ഷ. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം, പഠന ഉപകരണങ്ങൾ എന്നിവ നൽകാനുള്ള പദ്ധതി വിദ്യാജ്യോതിയാണ്. യൂണിഫോം, പഠന ഉപകരണങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക്, ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള പദ്ധതി വിദ്യാജ്യോതിയാണ്. എന്താണ്? യൂണിഫോമും പഠന ഉപകരണങ്ങളും നൽകുന്ന പദ്ധതി വിദ്യാജ്യോതിയാണ്. ഇനി ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുള്ള കുട്ടികളെ സഹായിക്കുന്നതിനുള്ള പദ്ധതി വിദ്യാകിരണവുമാണ്. എന്താണ്? ഭിന്നശേഷിക്കാരായിട്ടുള്ള മാതാപിതാക്കൾ, പഠിക്കുന്ന കുട്ടികൾക്ക് ഭിന്നശേഷിക്കാരായിട്ടുള്ള മാതാപിതാക്കൾ ഉണ്ട് എങ്കിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഉള്ള പദ്ധതിയാണ് വിദ്യാകിരണം. ഭിന്നശേഷിക്കാരായുള്ള വിദ്യാർത്ഥികൾക്ക് യൂണിഫോം, പഠനോപകരണങ്ങളൊക്കെ നൽകുന്ന പദ്ധതി വിദ്യാജ്യോതിയാണ്. വിദ്യാകിരണം എന്നത് മാതാപിതാക്കൾ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർ ഉണ്ട് എങ്കിൽ, കുട്ടികളുടെ മാതാപിതാക്കൾ ഭിന്നശേഷിക്കാരായിട്ടുള്ളവരുണ്ട് എങ്കിൽ ആ കുട്ടികളെ സഹായിക്കുന്നതിനുള്ള പദ്ധതിയാണ് വിദ്യാകിരണം. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള പദ്ധതി മാതൃജ്യോതിയാണ്. ഭിന്നശേഷിക്കാരായിട്ടുള്ള അമ്മമാർക്ക് നൽകുന്ന സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുള്ള അമ്മമാർക്ക്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അമ്മമാർക്ക് ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതി ഏതായിരുന്നു? സ്നേഹയാനം പദ്ധതിയായിരുന്നു. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള പദ്ധതി മാതൃജ്യോതിയുമാണ്. നമ്മളിപ്പോൾ 11 പദ്ധതികളാണ് നോക്കിയത്. ഭിന്നശേഷി വിഭാഗങ്ങൾക്കുള്ളതാണ്. അതിൽ കലാകായിക മേഖലകളിൽ മികവ് പുലർത്തുന്നവർക്ക് ശ്രേഷ്ഠം പദ്ധതി, അതുപോലെ അമ്മമാർക്ക് ഇലക്ട്രിക് ഓട്ടോ നൽകുന്നത് സ്നേഹയാനം പദ്ധതി, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ളത് നിരാമയയാണ്. ഭിന്നശേഷി വിഭാഗങ്ങളുടെ പുരോഗതി, പുനരധിവാസം ഒക്കെ ലക്ഷ്യമിടുന്നത് അതിജീവനം പദ്ധതിയാണ്. മാനസിക വെല്ലുവിളിയാണെങ്കിൽ പ്രതീക്ഷ, അക്കാദമി തലത്തിൽ മികച്ച വിജയം നേടുന്ന കുട്ടികൾക്ക് ക്യാഷ് അവാർഡാണെങ്കിൽ വിജയമിത്രം, പിന്നെ NCC, NSS, SPC യൂണിറ്റുകൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹചാരിയാണ്. അതുപോലെ അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം ആവശ്യമായിട്ടുള്ള ഭിന്നശേഷിക്കാരെ പിന്തുണയ്ക്കുന്നതിന് പരിരക്ഷയാണ്. യൂണിഫോമും പഠനോപകരണങ്ങളൊക്കെ നൽകുന്നത് വിദ്യാജ്യോതിയാണ്. വിദ്യാകിരണം എന്താണ്? ഭിന്നശേഷിക്കാരായിട്ടുള്ള മാതാപിതാക്കളുള്ള കുട്ടികൾക്കാണ് വിദ്യാകിരണം. ഭിന്നശേഷിക്കാരായിട്ടുള്ള അമ്മമാർക്ക് സാമ്പത്തിക സഹായമാണെങ്കിൽ മാതൃജ്യോതിയാണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.